ഹായ്, ഞാൻ സലു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന എൻ്റെ സുഹൃത്തും കൂടിയായ രശ്മിയുടെ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കൂടുതലായിട്ടുള്ളത് റോസാണ്. റോസ് നല്ല ഹെൽത്തി ആയിട്ടാണ് വളർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ബ്രാഞ്ചിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 7-8 പൂക്കളും അതുപോലെ അതിൻ്റെ കൂടെ മൊട്ടുകളും ഒക്കെ കാണാം. അപ്പം ഇവിടെ ഇത്രയും നല്ല രീതിയിൽ റോസ് പരിപാലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ വളപ്രയോഗം അത്ര നല്ല രീതിയിലാണ്. അതുകൊണ്ടാണ് ഇതുപോലെ നല്ല വലുപ്പമുള്ള പൂക്കളും ഒരുപാട് മൊട്ടുകളും ഒക്കെ വന്നിരിക്കുന്നത്. ഫെർട്ടിലൈസർ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്നെല്ലാം നോക്കാം. അതിനു മുമ്പായിട്ട് ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച കാര്യം, കുറച്ച് റോസ് പ്ലാന്റ്സ് വന്നിട്ട് തറയിലാണ് നട്ടിരിക്കുന്നത്, കുറച്ച് വന്നിട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലും അതുപോലെ തന്നെ കുറച്ച് ഗ്രോ ബാഗിലുമാണ് നട്ടിരിക്കുന്നത്. പക്ഷേ മൂന്നിലും ഒരുപോലെ തന്നെയാണ് വളർച്ച എന്നാണ് രശ്മി പറഞ്ഞത്. അതുമാത്രമല്ല, ഒരുപോലെ തന്നെ പൂക്കളും മൊട്ടുകളും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഫെർട്ടിലൈസർ അത്ര നല്ലതായതുകൊണ്ടാണ് ആ രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം, ഈ ചെടികളെല്ലാം നിൽക്കുന്നത് നല്ല സൺലൈറ്റുള്ള ഭാഗത്താണ്. നല്ല പോലെ സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ പൂക്കൾ നന്നായിട്ടുണ്ടാവത്തുള്ളൂ. വെള്ളം ഒഴിക്കുന്ന രീതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്നും വൈകുന്നേരങ്ങളിലാണ് വെള്ളം ഒഴിക്കുന്നത്. അല്ലാത്ത പക്ഷം രാവിലെ വെയിൽ വരുന്നതിന് മുമ്പായിട്ടാണ് രാവിലെ വെള്ളം ഒഴിക്കുന്നത്. എപ്പോഴെങ്കിലും ഒരു സമയത്ത് മാത്രമേ വെള്ളം ഒഴിക്കാറുള്ളൂ. അതുപോലെ തന്നെ പ്രൂണിങ്ങിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ആദ്യമൊക്കെ പൂക്കളിങ്ങനെ വിരിഞ്ഞും ഒരുപാട് മുട്ടുകൾ വന്നും ഒക്കെ കഴിയുമ്പം അത് വെട്ടാനൊരു പ്രയാസം പോലെ തോന്നി. പിന്നീട് മനസ്സിലായി അത് വെട്ടിക്കൊടുത്താലേ ഒരുപാട് ബ്രാഞ്ചസ് വരത്തുള്ളെന്ന്. പിന്നീട് കറക്റ്റായിട്ട് പൂക്കൾ വന്ന് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് വിടാറുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം നമ്മൾ കാണുന്ന പോലെ ഒരുപാട് ബ്രാഞ്ചസ് വന്നും ഒരുപാട് പൂക്കൾ വന്ന് നിൽക്കുന്നത്. പിന്നീട് ഇവിടെ ഞാൻ കണ്ട ഒരു കാഴ്ച, ഈ റോസുകൾക്കൊന്നും തന്നെ ഇല മുരടിപ്പോ അല്ലെങ്കിൽ പൂക്കളിലോ അല്ലെങ്കിൽ മൊട്ടുകൾക്കോ വന്ന് മുരടിച്ച് നിൽക്കുന്ന അവസ്ഥയില്ല. എല്ലാം നല്ല രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം അത് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഓരോ പ്രാവശ്യം ഫെർട്ടിലൈസർ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നത് കാരണം ഒരുപാട് കീടങ്ങളുടെ ശല്യം ഇല്ലാതാകുന്നുണ്ട്. ഇനി റോസിന് കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് വന്നിട്ട് ചകിരിച്ചോറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആദ്യം. ഇത് വന്നിട്ട് നാച്ചുറൽ ബയോടെക്കിൻ്റെ ഫെർട്ടിലൈസേഴ്സാണ്. അവർക്ക് ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ ഫാക്ടറി ഉണ്ട്. അവിടെ ഒരുപാട് ഫെർട്ടിലൈസർ ഉണ്ട്. നമ്മൾ അത് ഓർഡർ അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. എല്ലാ ഫെർട്ടിലൈസറും ഞാൻ മിക്കപ്പോഴും വാങ്ങിക്കുന്നതാണ്. എനിക്കത് നല്ലതായിട്ടാണ് തോന്നിയത്. ഇതൊരു പരസ്യമായിട്ടൊന്നും അല്ല കേട്ടോ, പക്ഷേ ഞാൻ വാങ്ങിക്കുന്നത് കൊണ്ട് നിങ്ങളായിട്ട് പറയണം. ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം കൊക്കോപീറ്റ് എടുക്കാനുള്ള കാരണം ഇതിൻ്റെ റോസിൻ്റെ മേൽമണ്ണിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എല്ലുപൊടി നമ്മൾ എടുക്കാനുള്ള കാരണം പൂക്കൾക്ക് നല്ല വലുപ്പം വെക്കാനും തണ്ടുകൾക്ക് കുറച്ചും കൂടെ ബലം കിട്ടാനും ഒക്കെ എല്ലുപൊടി വേണം. അത് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. അത് നമ്മളുടെ റോസ് എത്രയുണ്ട്, എത്ര ചെട്ടികളിലുണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ചുള്ള വളം എടുക്കുക. ഇനിയും വേണ്ടത് ചാണകപ്പൊടിയാണ്. ഉണക്ക ചാണകപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും വളരെ കുറച്ച് എടുക്കുക. അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ചേർക്കുന്നതോടുകൂടി തന്നെ ഏറെ ഫംഗസുകൾ നശിക്കും. കാരണം തറയിലൊക്കെ നടുന്ന സമയത്ത് ഫംഗസ് ബാധ്യത ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈവൻ ഗ്രോ ബാഗിലാണെങ്കിൽ പോലും നമുക്ക് വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർത്തിട്ട് നമ്മൾ പോട്ടിങ് തന്നെ ആദ്യമേ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. റോസ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് എങ്ങനെയാണ് നടുന്നത് എന്നെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് റോസിന് 15 ദിവസം കൂടുമ്പം കൊടുക്കേണ്ട വളത്തെക്കുറിച്ചാണ്. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാ വളവും ഒരുമിച്ച് ഇട്ടതിന് വളരെ കുറച്ച്, ഒരു കൈപ്പിടിക്ക് ഒതുങ്ങുന്ന രീതിയിൽ മാത്രം മതി നമ്മൾ ഒരു പ്ലാന്റിന് കൊടുക്കാനായിട്ട്.
അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. ഇടയ്ക്ക് മഴക്കാലം വന്നു കഴിയുമ്പോഴും ഈ ചെടികൾക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് തറയിൽ നട്ടിരിക്കുന്നത് കാരണം ഒരുപാട് പ്രയാസം ഉണ്ടാവാറുണ്ട്. കാരണം ഫംഗസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഈ റോസിൻ്റെ ചെടി നട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്തെ ഭാഗത്ത് ഒരുപാട് കളകൾ വരാറുണ്ട്. അപ്പോൾ ഈ കളകളെല്ലാം തന്നെ സമയത്ത് മാറ്റണം, ഇല്ലെങ്കിലും ഫംഗസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. രശ്മിക്ക് വീഡിയോയുടെ മുന്നിലേക്ക് വരാൻ താല്പര്യമില്ലാത്തത് കാരണമാണ് രശ്മിയെ കാണിക്കാതിരിക്കുന്നത്. പിന്നത്തെ രശ്മി ഇതുപോലെ ചെടികൾ ചെറിയ തൈകളാക്കി റോസ് നേരത്തെ സെയിലിന് കൊടുത്തിരുന്നു. ഇപ്പം ജോലി തിരക്ക് കാരണം അതെല്ലാം നിർത്തി വച്ചിരിക്കുകയാണ്. പക്ഷേ ഈ പൂക്കൾ ഇതുപോലെ വിരിഞ്ഞ് നിൽക്കുന്ന എല്ലാ ദിവസവും വന്ന് ഓരോ ചെടികളെയും വന്ന് നോക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുപാട് ചെടികൾ വേറെ ഉണ്ടെങ്കിലും ഈ കാണുന്ന ഒരു ഭംഗി വേറെ ചെടികൾക്കൊന്നും ഞാൻ കണ്ടില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലും കാണുമായിരിക്കുമല്ലോ ഒരുപാട് റോസ്. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സാധാരണ നമ്മൾ ചട്ടികളിലാണ് കൂടുതലും റോസ് കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു കാഴ്ച വിവരിക്കാൻ പറ്റില്ല, അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. രശ്മിയുടെ അഭിപ്രായത്തിൽ ആദ്യമൊക്കെയാണ് ഒരുപാട് പരിപാലനം വേണ്ടത് റോസിന്. റോസ് ഒന്ന് വളർന്നു വന്നു കഴിഞ്ഞാൽ വലിയ പരിപാലനമൊന്നും വേണ്ട, ഇടയ്ക്കൊരു വളപ്രയോഗം അത്ര തന്നെ. പിന്നെ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ, വളർച്ചയുടെ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ പിന്നീട് അങ്ങനെ ഒരുപാട് രോഗങ്ങൾ വരുന്നതായിട്ടും കണ്ടിട്ടില്ല എന്നാണ് രശ്മി പറയുന്നത്. നിങ്ങളുടെ കയ്യിലും ഒരുപാട് വെറൈറ്റീസിലുള്ള റോസ് കാണുമായിരിക്കുമല്ലോ. എത്ര വെറൈറ്റീസ് റോസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ